നമസ്കാരം. താഴ്വാരം. രചന ബിജു കെവി. ആകാശം കാതോർക്കാതെ, ഭൂമി മിഴിച്ചുമാതെ അവൾ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. താഴ്വാരത്തിലെ തിന്നൽ ശ്യാമിലിയെയും കൂട്ടുകാരികളെയും തഴുകി മെല്ലെ ദൂരെ ചായും സൂര്യനെ നോക്കി പാഞ്ഞു. അടുത്ത ദിവസം ഹോം സ്റ്റേയിലെ ബാത്ടബിൽ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുചിത്ര ശ്യാമിലിയെ നോക്കി പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ശരിയായി തോന്നില്ല. കുറച്ചകലെ തടിപ്പലകൾ കൊണ്ട് അലങ്കാരപ്പണി ചെയ്ത ഒരു കൊച്ചു വീടിന്റെ മുന്നിൽ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് ചൂട് ചായ ഊതി ഊതി കുടിക്കുന്ന ഗിരിധരനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് ശ്യാമിലി. സുചിത്ര പറഞ്ഞത് കേട്ടില്ലെന്ന മട്ടിൽ ശ്യാമിലി മുന്നിലുള്ള ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പതിയെ ഗിരിധരന്റെ അടുത്തേക്ക് നടന്നു. നീ എവിടെ പോകുന്നു? സുചിത്ര വിളിച്ചു ചോദിച്ചു. ശ്യാമിലി മെല്ലെ കൈകൾ ഉയർത്തി സുചിത്രയെ എന്തോ ആംഗ്യം കാണിച്ചു. അപ്പോൾ സുചിത്ര പറഞ്ഞു, പല്ല് തേച്ചിട്ട് പോടി. ശ്യാമിലി നടക്കുന്നതിനിടയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രേമത്തിന് പല്ലില്ല മോളെ. ഹോ, ഈ പെണ്ണ് എന്ത് ഭാവിച്ചാണോ? സുചിത്ര സ്വയം നെടുവീർപ്പെട്ടു. അകലേക്ക് നോക്കി ചായ ഊതി കുടിക്കുന്ന നായകൻ ആരുടെയോ കാൽപെരുമാറ്റം എന്ന പോലെ തിരിഞ്ഞു നോക്കി. സുന്ദരിയായ ലക്ഷണമൊത്തൊരു പെണ്ണ് മോഡിയൻ ഡ്രസ് ധരിച്ച് അലസമായ കാർക്കൂന്തലുകൾ കൈവിരലുകൾ കൊണ്ട് ചീകി ഒതുക്കി അവൾ ഗിരിധരനെ നോക്കി പറഞ്ഞു, ഹായ് സാർ, ഞാൻ ശ്യാമിലി. ഗിരിധറും ശ്യാമിലിക്ക് ഹായ് നൽകി. രണ്ടുപേരും ഒരു ചെറു പുഞ്ചിരി മുഖത്ത് വരുത്തി. ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു. ദൂരെയുള്ള ഒരു കെട്ടിടം ചൂണ്ടിക്കാണിച്ച് ശ്യാമിലി പറഞ്ഞു. ഗിരിധർ ചായ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചിട്ട് പതിയെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, കണ്ടിട്ടുണ്ട്. സാറിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജ് ഫംഗ്ഷൻ ദിവസം സാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എവിടെയൊക്കെയോ വെച്ച്. ശ്യാമിലി ശൃംഗാരഭാവത്തിൽ ഗിരിധരനെ നോക്കി പറഞ്ഞു. ഇത് കേൾക്കാത്ത മട്ടിൽ ഗിരിധർ അല്പം മുന്നോട്ട് നടന്നു. സാർ ഇവിടെ സ്ഥിരതാമസമാണോ? ശ്യാമിലി വീണ്ടും ഗിരിധരനോട് ചോദിച്ചു. ഗിരിധർ ശ്യാമിലിയുടെ നേർക്ക് തിരിഞ്ഞ് എന്നിട്ട് പറഞ്ഞു, അതെ, കുറച്ചു കാലമായി. കുട്ടിയുടെ നാടെവിടെയാ? ശ്യാമിലി പതിയെ ഗിരിധരന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു, ചെർപ്പുളശ്ശേരി. സാറിന്റെ നാട്? ശ്യാമിലി അഴകാർന്ന കേശം കൈകൾ കൊണ്ട് ചീകി ഒതുക്കി തന്റെ വശ്യ സൗന്ദര്യത്തെ ആസ്വദിക്കുമാറ് ഗിരിധരന്റെ കാഴ്ചയിലേക്ക് മാറി നിന്നുകൊണ്ട് ചോദിച്ചു. ഇടം കണ്ണുകളാൽ ആ സ്ത്രീ സൗന്ദര്യം പാടയൊന്ന് ചുഴിഞ്ഞു നോക്കി പെട്ടെന്ന് പിൻവലിച്ച മനസ്സുമായി ഗിരിധർ പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് നൊമ്പരത്തിന്റെ അണുബോംബ് പുറമേ പ്രകടിപ്പിക്കാതെ ചെറുപുഞ്ചിരിയിൽ ഗിരിധർ പറഞ്ഞു, എന്റെ നാടും വീടും എല്ലാം ഈ കുന്നാണ്. അപ്പോൾ കുടുംബം? ശ്യാമിലി ഇടയ്ക്ക് കയറി ചോദിച്ചു. ആ ചോദ്യം കേട്ട് ഗിരിധരന്റെ കണ്ണിൽ അഗ്നി പടർന്നു. ചുടുചോരച്ചാലുകൾ കണ്ണീരായി പ്രവഹിക്കുന്നത് ശ്യാമിലി കാണാതിരിക്കാൻ ഗിരിധർ പുറംതിരിഞ്ഞു നിന്നു. എന്നിട്ട് കണ്ണീർ തുടച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഗിരിധർ ശ്യാമിലിയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, കണ്ടില്ലേ, നീ നോക്ക്, ആ കാണുന്ന താഴ്വാരമാണ് എന്റെ ഭാര്യ. ഈ പൈമരങ്ങളും പുൽനാമ്പുകളുമാണ് എന്റെ മക്കൾ. ഒഴുകി ഓടുന്ന നീർച്ചോലയാണ് എന്റെ കണ്ണീർ. ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ് എന്റെ പുഞ്ചിരി. നിശകീറിയെത്തുന്ന ചന്ദ്രനും താരങ്ങളുമാണ് എന്റെ ഓർമ്മ. പോരെ? ശ്യാമിലി ഗിരിധരന്റെ ഓരോ വാക്കിലെ തീഷ്ണതയെയും ഒപ്പിയെടുത്തു. ആ മനുഷ്യന്റെ മനസ്സിലെവിടെയോ ഒരു കനലെരിയുന്നത് അവൾ കണ്ടു.